ഒരമ്മ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ അനന്തമായൊരു അഭിഷേകം ഈ ലോകത്തിലേക്ക് ഇറങ്ങും. ഒരു ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വരിക. കാക്കത്തോപ്പിൽ ബേട്ടി അമ്മച്ചി എന്ന് പറഞ്ഞൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. വിധവയാണ്. ഈ വിധവയായ അമ്മച്ചി അന്നത്തെ കരസ്മാറ്റിക് ധ്യാനം കൂടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു. അമ്മച്ചി മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം വിളിച്ചിരുത്തിയിട്ട് സ്തുതിപ്പിക്കുകയും ഹല്ലേലൂയ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരുപാട് പേർക്ക് അതൊരു കളിയാക്കലിൻ്റെ വിഷയമായി മാറിയത്. കാക്കത്തോപ്പിലെ മുണ്ടക്കയും തോപ്പും ആ ഇടകലർന്ന് കിടക്കുന്ന സ്ഥലത്ത് ഏതാനും ചെറുപ്പക്കാർ ചേരി തിരിഞ്ഞ് വടിവാളുകളുമായി വെട്ടാണവിടെ. അനേകരുടെ ചോരപ്പുഴയാണ് അവിടെ ഒഴുകിക്കൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ. ഒരു ദിവസം ഈ അമ്മച്ചി പുറത്തേക്ക് വരുന്ന സമയത്ത് മുണ്ടയ്ക്കലുള്ള അക്രൈസ്തവരായ മക്കളുടെ കൂടെ ചില ക്രിസ്ത്യാനികൾ കൂട്ടുകൂടി കാക്കത്തോപ്പിലുള്ള ആ പ്രദേശത്തുള്ള തോപ്പ് സൈഡിലുള്ള ആ പ്രദേശത്തുള്ള ചെറുപ്പക്കാരുമായിട്ട് വടിവാളുമായിട്ട് വെട്ടാൻ ഇങ്ങനെ എരച്ച് കയറി വരുന്ന സമയത്ത് ഈ അമ്മച്ചി കയറി നിന്നിട്ട് പറഞ്ഞ്, എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ അകന്നു പോടാ എന്ന് പറയുന്ന സമയത്ത് അമ്മച്ചീനെ ഒരു മനുഷ്യൻ പിടിച്ചൊരൊറ്റ തള്ളി അമ്മച്ചി കരം ഉയർത്തിയിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഭാഷാവർത്തി സ്തുതിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എവിടുന്നോ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് മാറിക്കോ, ഇതാ അധികാരികൾ ഇടപെടാൻ പോയാന്ന് പറഞ്ഞു. ഇവർ ചെതറി വീണ് ഓടി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വർഷമായപ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈ സമാധാനം നഷ്ടപ്പെട്ട് അന്ന് ഈ വെട്ടിനും അടിക്കും നേതൃത്വം നൽകിയ, കൊട്ടേഷൻ ടീമിൽ നേതൃത്വം നൽകിയ ആൻ്റണി പെരേര എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നേരെ ഓടി ധ്യാനകേന്ദ്രത്തിലേക്ക് പോയി. അവിടെ വെച്ച് പരിശുദ്ധാത്മാവ് അവനെ മാറ്റിമറിച്ച് ഇന്ന് കേരള സഭയിൽ മാത്രമല്ല ലോകത്തിൽ ആഫ്രിക്കയിൽ വരെയും പരിശുദ്ധ ബലിയെക്കുറിച്ച് ആധികാരികമായി സുവിശേഷം പറയുന്ന ഒരു ലോക സുവിശേഷ പ്രഘോഷകൻ്റെ പേരാണ് ആൻ്റണി പെരേര. ചിറ്റൂരിലാണ് അദ്ദേഹം ആരംഭം മുതലേ തോപ്പുകാരനാണ്. ആ മകനെ മാറ്റിമറിച്ചത് ഈ ബേട്ടി അമ്മച്ചിയിൽ നിറഞ്ഞു നിന്ന അഭിഷേകമാണ്.